everyone, welcome back to my channel. അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആദ്യം പുറത്തൊന്നും ഇറങ്ങാതെ വീട്ടിൽ തന്നെ സേഫ് ആയിട്ടിരിക്കുക എല്ലാവരും. അപ്പോൾ ഇപ്പോൾ വൈകുന്നേരമൊക്കെ നല്ല തണുത്ത കാറ്റും ചെറിയ മഴയൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ നല്ല ചൂട് ചായയും മുരിഞ്ഞ ഉള്ളിവട ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും, അടിപൊളിയായിരിക്കും അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണമെന്നാണ് ഇന്ന് നോക്കുന്നത്. പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായിട്ട് ചാനൽ കാണുന്നവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഞെക്കുക. പിന്നെ തൊട്ടടുത്ത ബെല്ലൈക്കനിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സവാള ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതേപോലെ ചെറുതായിട്ട് എടുത്തേക്കണതാണ്. 3 സവാളയാണ് കേട്ടോ എടുത്തേക്കണത്. ഇനി നമുക്ക് വേണ്ടത് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, സോഡാപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു 1/4 ടീസ്പൂൺ, ഒരു തണ്ട് കറിവേപ്പില. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചേക്കണ സവാളയിലേക്ക് ഇതെല്ലാം ചേർത്ത് കൊടുക്കണം. ആദ്യമേ അപ്പോൾ ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. അരിഞ്ഞു വെച്ചേക്കണ പച്ചമുളക്, കറിവേപ്പില, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, സോഡാപ്പൊടി. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അല്പം കായം കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് കടലമാവ്, അതായത് ഒരു 4.5 ടേബിൾ സ്പൂൺ കടലമാവ്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം നല്ലോണം ഒന്ന് കൈ വെച്ച് തന്നെ യോജിപ്പിച്ചെടുക്കണം. ചിലർക്കപ്പോൾ ഇങ്ങനെ കൈവച്ച് കുഴക്കണത് ഇഷ്ടമുണ്ടാകത്തില്ല, പക്ഷേ ഇത് കൈവച്ച് കുഴക്കണത് തന്നെയാണ് ടേസ്റ്റ്. ഇപ്പം ഞാൻ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. നല്ലോണം കൈവച്ച് തന്നെ കുഴച്ച് സവാളയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അത് മതി, നല്ലോണം കുഴച്ചെടുത്താൽ മതി. രണ്ട് 3 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് ഇതേപോലെ കിട്ടും. ഇനി ഇതൊരു 5 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്കിത് വറുത്തെടുക്കാം. വറക്കാനായിട്ട് പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ അതേ കയ്യിൽ കുറച്ചിങ്ങനെ എടുത്തിട്ട് ഒന്ന് പരത്തി കൊടുത്തിട്ട് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വേണമെങ്കിൽ കൈ ഒന്ന് നനച്ചിട്ട് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ആകും. എണ്ണയിൽ കിടന്ന് നല്ലോണം മൊരിഞ്ഞ് കിട്ടണം. ഒരു വശം നല്ലോണം മൊരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് വശം നല്ലോണം മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വൈകുന്നേരം ഒരു കട്ടൻ ചായയും ഈ നമ്മുടെ ഉള്ളിവടയൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോൻ്റെ താഴെ ആരെങ്കിലും കഴിക്കണേയും കൂടി കാണിച്ചു തരണമെന്ന് ഒരു കമൻറ്റ് വന്നിരുന്നു. അപ്പോൾ അതാ എൻ്റെ അനിയനെ തന്നെ ഞാൻ പിടിച്ചിരുത്തിയിട്ടുണ്ട്. എൻ്റെ ഒഫീഷ്യൽ ടെസ്റ്ററും കൂടി ആട്ടോ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ചെയ്യണം കേട്ടോ.